പ്രിയ സഹോദരന്മാരെ, സഹോദരികളെ, സത്യവിശ്വാസികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ഭയപ്പെട്ടും അവൻ്റെ വിധിവിലക്കുകൾ മാനിച്ചും ജീവിക്കുവാൻ ആദ്യമായി വസിയ്യത്ത് ചെയ്യുകയാണ്. പരിശുദ്ധ റബീഉൽ അവ്വൽ മാസത്തിലാണ് നാം ഇപ്പോൾ ജീവിക്കുന്നത്. ഇസ്ലാമിക ചരിത്രത്തിൽ പല സംഭവങ്ങൾക്കും സാക്ഷ്യം വഹിച്ച മാസമാണ് റബീഉൽ അവ്വൽ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയുടെ ജനനം റബീഉൽ അവ്വൽ മാസത്തിലായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയുടെ വഫാത്ത്, മരണം റബീഉൽ അവ്വൽ മാസത്തിലായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ നിന്നും മദീനയിലേക്ക് ഹിജ്റ പോയത് റബീഉൽ അവ്വൽ മാസത്തിലായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയുടെ ചരിത്രം പഠിക്കാൻ, ഏതൊരു ദൗത്യത്തിന് വേണ്ടിയാണോ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അള്ളാഹു ഈ ലോകത്തേക്ക് നിയോഗിച്ചയച്ചത്, ആ ദൗത്യത്തിന്റെ വിജയത്തിന് വേണ്ടി പ്രവർത്തിക്കുവാനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിക്കെതിരിൽ ഉയരുന്ന ആരോപണങ്ങൾക്കും വിമർശനങ്ങൾക്കും പ്രമാണബദ്ധവും യുക്തിഭദ്രവുമായ രൂപത്തിൽ മറുപടി പറയാനുള്ള ചരിത്രം മനസ്സിലാക്കാനും ബാധ്യസ്ഥരാണ് നാം എന്ന കാര്യം പരിശുദ്ധ റബീഉൽ അവ്വലിന്റെ പശ്ചാത്തലത്തിൽ ആദ്യമായി ഓർമ്മപ്പെടുത്തുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയെ പോലെ നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെട്ട ഒരു വ്യക്തിത്വത്തെ ചൂണ്ടിക്കാണിക്കാൻ സാധ്യമല്ല. നാം ഇവിടെ ഈ പള്ളിയിൽ അള്ളാഹുവിന്റെ ഭവനത്തിൽ സമ്മേളിച്ചു കൊണ്ടിരിക്കുമ്പോൾ നബി തിരുമേനി പഠിപ്പിച്ച പ്രാർത്ഥനയും ചൊല്ലിക്കൊണ്ടാണ് ഇങ്ങോട്ട് വന്നത്. അല്ലാഹുമ്മ ഫ്തഹ് ലി അബ്വാബ റഹ്മതിക്. ഈ പള്ളി വിട്ടു പോകുമ്പോൾ നബി തിരുമേനി പഠിപ്പിച്ച പ്രാർത്ഥനയുമായാണ് നാം പള്ളിയിൽ നിന്ന് പോകുന്നത്. അല്ലാഹുമ്മ ഇന്നി അസ്അലുക മിൻ ഫളിക്. രാവിലെ എഴുന്നേൽക്കുമ്പോൾ നബി തിരുമേനി പഠിപ്പിച്ച പ്രാർത്ഥനയാണ് നാം ചൊല്ലുന്നത്. അൽഹംദുലില്ലാഹില്ലദീ അഹ്യാനി ബഅദമാ അമാതനി വഇലൈഹി നുശൂർ. കിടക്കാൻ പോകുമ്പോൾ തിരുമേനി പഠിപ്പിച്ച പ്രാർത്ഥന നാം ചൊല്ലുന്നു. ടോയ്ലറ്റിലേക്ക് പ്രവേശിക്കുമ്പോൾ നാം ആ പ്രാർത്ഥന നബി തിരുമേനി പഠിപ്പിച്ച പ്രാർത്ഥനയാണ് ചൊല്ലുന്നത്. പുറത്തു വരുമ്പോഴും ഭക്ഷണം കഴിക്കാൻ ഒരുങ്ങുമ്പോൾ നബി തിരുമേനി പഠിപ്പിച്ച പ്രാർത്ഥന ചൊല്ലിക്കൊണ്ടാണ് ഭക്ഷണം നാം കഴിക്കാൻ ആരംഭിക്കുന്നത്. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാലും നാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച പ്രാർത്ഥനയാണ് ചൊല്ലുന്നത്. നമസ്കാരത്തിൽ ഓരോ ചലനത്തിലും ഒരു ദിവസത്തിൽ പല പ്രാവശ്യം അള്ളാഹുവിനെ ഓർക്കുന്ന സമയത്തൊക്കെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയെ കൂടി ഓർത്തുകൊണ്ടാണ് നാം നമ്മുടെ ഇബാദത്തിന്റെ കാര്യങ്ങൾ, നമ്മുടെ ജീവിത ചലനങ്ങൾ, നമ്മുടെ വ്യാപാരങ്ങൾ, വ്യവഹാരങ്ങൾ ഇവയെല്ലാം രൂപപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന. നിങ്ങൾക്ക് അള്ളാഹുവിന്റെ ദൂതനിൽ മെച്ചപ്പെട്ട മികച്ച മാതൃകയുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയാണ് നമ്മുടെ മാതൃക. ഒരു മകൻ എന്ന നിലയിൽ, പിതാവ് എന്ന നിലയിൽ, ഭർത്താവ് എന്ന നിലയിൽ, അധ്യാപകൻ എന്ന നിലയിൽ, മുറബ്ബി എന്ന നിലയിൽ, രാഷ്ട്രനായകൻ എന്ന രൂപത്തിൽ, വത്സലനായ പിതാവിന്റെയും കുടുംബനാഥന്റെയും രൂപത്തിൽ, നയതന്ത്രജ്ഞനായ ഒരു സേനാധിപതി എന്ന രൂപത്തിൽ, ഏതെല്ലാം രൂപത്തിലാണോ നമുക്ക് മാതൃക വേണ്ടത്, ആ രംഗത്തെല്ലാം മികച്ച മാതൃകയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാഴ്ചവെച്ചത്. ലോകത്തൊരു വ്യക്തിക്കും ഈ രൂപത്തിൽ ഒരു ചരിത്രം നിർമ്മിക്കാൻ സാധ്യമല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയെ
മഹദിയായ ആമിന ബീവി ഗർഭം ചുമന്നത് മുതൽ അവസാന ശ്വാസത്തിന്റെ ഒടുവിലെ മുഹൂർത്തം വരെ സംഭവിച്ച ചെറുതും വലുതുമായ കാര്യങ്ങൾ വളരെ വ്യക്തമായ രൂപത്തിൽ ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. സിഹാഹു സിത്തയിലുണ്ട്, മസാനീദിലും മുസന്നഫാത്തുകളിലുമുണ്ട്, ഇബ്നു ഹിശാമിലും ഇബ്നു കസീറിലും അതേപോലെയുള്ള ചരിത്ര ഗ്രന്ഥങ്ങളിലും അതുണ്ട്. നാം ചെറുപ്പം മുതൽക്കേ പഠിച്ചു പോരുന്ന ആ ചരിത്രത്തിലെ സ്ഥൂലവും സൂക്ഷ്മവുമായ ഓരോ രംഗത്തും ഏത് രൂപത്തിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സമയം ചെലവഴിച്ചത് എന്ന് വളരെ വ്യക്തമായ രൂപത്തിൽ പ്രസ്താവനകളും സൂചനകളും പ്രതിപാദനങ്ങളും കാണാൻ നമുക്ക് സാധിക്കും. ഈ രൂപത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയെ നാം ഉൾക്കൊള്ളുമ്പോൾ എന്താണ് യഥാർത്ഥത്തിൽ നമ്മുടെ സ്നേഹത്തിന്റെ അടിസ്ഥാനം? നാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കുന്നു, നബി തിരുമേനിയെ ആദരിക്കുന്നു. നമ്മുടെ മാതാപിതാക്കളെക്കാൾ, മക്കളെക്കാൾ, സർവ്വജനങ്ങളെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയെ സ്നേഹിക്കുന്നു. നിങ്ങൾക്കറിയാമോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയെ ഏത് രൂപത്തിലാണ് സഹാബിമാർ സ്നേഹിച്ചത്? ഒരു ചെറിയ സന്ദർഭം ഞാൻ പറയാം. സൗബാൻ എന്ന് പറയുന്ന ഒരു സഹാബി പള്ളിയിൽ ഇങ്ങനെ ദുഃഖിച്ചിരിക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തോട് ചോദിക്കുന്നു, യാ സൗബാൻ മാലി അറാക ഹസീന. സൗബാനെ, എന്താണ് നിന്നെ ഞാൻ അങ്ങേയറ്റം ദുഃഖിതനായി കാണുന്നത്? നിനക്കെന്ത് പറ്റി? എന്താണ് നിന്റെ സങ്കടം? എന്താണ് നിന്റെ മനപ്രയാസം? സൗബാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയുടെ അനുചരന്മാർ തിരുമേനിയെ ഏത് രൂപത്തിലാണോ സ്നേഹിച്ചത് ആ സംഭവത്തിന്റെ പ്രതിനിധാനം നിർവഹിച്ചുകൊണ്ട് സൗബാൻ നബി തിരുമേനിയോട് പറയുന്നു, യാ റസൂലല്ലാഹ് നഹ്നു നഷ്താഖു ഇലൈക വ നഹ്നു ജാലിസീന മഅക. റസൂലേ, അങ്ങേ പള്ളിയിൽ ഞങ്ങളോടൊപ്പം ഇരിക്കുമ്പോൾ കണ്ണിമ വെട്ടാതെ കണ്ടിരിക്കണം എന്നാകുന്നു ഞങ്ങൾക്കുള്ള ആഗ്രഹം. താങ്കൾ ഒരു നേരമെങ്ങാനും അങ്ങോട്ടോ ഇങ്ങോട്ടോ പോയി കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ആ വേർപാട് സഹിക്കാൻ സാധ്യമല്ല. ഓരോ നിമിഷത്തിലും അങ്ങയെ കാണണം, ഇതാണ് ഞങ്ങൾക്ക് ആഗ്രഹം. മരണാനന്തരം അങ്ങയെ വേർപിരിയേണ്ടി വന്നാൽ എന്തായിരിക്കും ഞങ്ങളുടെ അവസ്ഥ? അതാണ് എന്റെ ദുഃഖം. ലഇൻ കുന്നാ ഫിൽ ജന്ന ഫഇന്ന മൻസിലതക അഅലാ മൻസിലതിനാ ഫലാ നറാക ബഅദഹു അബദ. അള്ളാഹുവിന്റെ മഹത്തായ അനുഗ്രഹത്താൽ ഞങ്ങൾക്ക് സ്വർഗത്തിൽ പ്രവേശിക്കാൻ ഭാഗ്യമുണ്ടായാൽ അങ്ങയുടെ സ്ഥാനം ഞങ്ങളുടെ സ്ഥാനത്തെക്കാൾ മികച്ച സ്ഥാനമാണ്. അവിടെ ഞങ്ങൾക്ക് താങ്കളെ കാണാൻ സാധ്യമല്ല. വഇൻ കുന്നാ ഫിന്നാർ, ഇനി നിർഭാഗ്യത്തിന് ഞങ്ങൾ നരകത്തിൽ പ്രവേശിപ്പിക്കപ്പെട്ടാൽ ലാ നറാക ബഅദഹു അബദ, അതിനുശേഷം അങ്ങയെ ഞങ്ങൾക്ക് തീർച്ചയായും ഒരിക്കലും കാണാൻ സാധിക്കില്ല. ഇതാണ് എന്റെ ദുഃഖം എന്ന് സൗബാൻ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞപ്പോൾ നമുക്കെല്ലാവർക്കും സന്തോഷം നൽകുന്ന രൂപത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, യാ സൗബാൻ അബ്ശിർ യാ സൗബാൻ അൽ മർഉ യുഹ്ശറു മഅ മൻ അഹബ്ബ. സൗബാനെ സന്തോഷിച്ചുകൊള്ളൂ, ദുഃഖിക്കേണ്ടതില്ല. ഒരു മനുഷ്യൻ ആരെയാണോ അയാൾ കൂടുതൽ ഇഷ്ടപ്പെട്ടത് അവരോടൊപ്പമായിരിക്കും നാളെ പരലോകത്ത് ഒരുമിച്ച് കൂട്ടപ്പെടുക. രാഷ്ട്രീയ നേതാക്കന്മാരെ ഏറ്റവും സ്നേഹിച്ചാൽ അവരോടൊപ്പമായിരിക്കും സ്വർഗത്തിലുണ്ട് പരലോകത്തുണ്ടാവുക. ഓരോ രംഗത്തും ആരെയാണോ നാം കൂടുതൽ സ്നേഹിക്കുന്നത് അവരോടൊപ്പമായിരിക്കും നാളെ പരലോകത്ത് ഒരുമിച്ച് കൂട്ടപ്പെടുക. എന്ന് പറയുന്ന സൂറത്തു സുമറിലെ ആയത്തിന്റെ അവസാനത്തിൽ സുമർ അഥവാ കൂട്ടം എന്ന് പറയുന്ന ആ സംഭവം വിശദീകരിച്ചുകൊണ്ട് ഖുർആൻ മുഫസ്സിറുകൾ പറയുന്നു, കൂട്ടം എന്ന് പറഞ്ഞാൽ പണ്ഡിതന്മാർ ഒരു കൂട്ടം, പാമരന്മാർ ഒരു കൂട്ടം, മുസ്ലിം വിഭാഗം ഒരു കൂട്ടം, ഇസ്ലാമിനെ അംഗീകരിക്കാത്തവർ ഒരു കൂട്ടം, ലിബറലുകൾ ഒരു കൂട്ടം, യുക്തിവാദികൾ ഒരു കൂട്ടം, നിരീശ്വരവാദികൾ ഒരു കൂട്ടം. അങ്ങനെ കൂട്ടമായി ഓരോ നേതാവിന്റെയും പതാകയുടെ കീഴെ നാളെ അള്ളാഹുവിന്റെ സന്നിധിയിൽ ഒരുമിച്ച് കൂട്ടപ്പെടും എന്നാണ് ഖുർആൻ പറയുന്നത്.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയെ ഒരാൾ സ്നേഹിച്ചു കഴിഞ്ഞാൽ തിരുമേനിയോടൊപ്പമായിരിക്കും അയാൾ നാളെ ഒരുമിച്ച് കൂട്ടപ്പെടുക. ഒരു സഹാബി വന്ന് നബിയോട് ചോദിക്കുന്നു, യാ റസൂലല്ലാഹ് മത്തസ്സാഅ, റസൂലേ എപ്പോഴാണ് ഖിയാമത്തു നാൾ, എപ്പോഴാണ് ഖിയാമത്തു നാൾ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ സഹാബിയോട് ചോദിക്കുന്നു, മാദാ അഅദത്ത ലഹാ, ഖിയാമത്ത് നാൾ എപ്പോഴോ സംഭവിക്കട്ടെ, നീ അതിനു വേണ്ടി എന്താണ് ഒരുക്കി വെച്ചിട്ടുള്ളത്? ആ സഹാബി പറയുന്നു, അഅദത്തു ലഹാ ഹുബ്ബല്ലാഹി വറസൂലഹു, ഞാൻ പരലോകത്തിന് വേണ്ടി ഖിയാമത്തിന് വേണ്ടി ഒരുക്കി വെച്ചിട്ടുള്ളത് അല്ലാഹുവിനോടുള്ള സ്നേഹമാണ്, അവന്റെ പ്രവാചകനോടുള്ള സ്നേഹമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൻത മഅമൻ അഹ്ബബ്ത, അല്ലയോ പ്രിയപ്പെട്ട സഹോദര, താങ്കൾ ആരെയാണോ സ്നേഹിച്ചത് അവരോടൊപ്പമായിരിക്കും തീർച്ചയായും താങ്കൾ നാളെ പരലോകത്ത് ഒരുമിച്ച് കൂട്ടപ്പെടുക. ഈ രൂപത്തിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സഹാബിമാർ സ്നേഹിച്ചത്. ബദർ യുദ്ധത്തിലെ സന്ദർഭം നിങ്ങൾക്കറിയാമോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി യുദ്ധമുന്നണിയിലുള്ള ആൾക്കാരെയെല്ലാം വരി തെറ്റാതെ രണോത്സുകരായി ഓരോരുത്തർക്കും കൃത്യമായ ദൗത്യം നിർവഹിച്ചേൽപ്പിച്ച് അണികൾ പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. ബദർ യുദ്ധവേള. ആ സന്ദർഭത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയുടെ അമ്പിന്റെ തുമ്പ് ഒരു സഹാബിയുടെ വയറ്റിൽ കൊണ്ടു. ഇസ്തവിയ സവാദ്, സവാദേ നേരെ നിൽക്കൂ എന്ന് പറഞ്ഞ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ സഹാബിയുടെ വയറ് ഇങ്ങനെ തന്റെ കയ്യിലുള്ള അമ്പിന്റെ തുമ്പ് കൊണ്ട് ഇങ്ങനെ സ്പർശിച്ചു. നബി തിരുമേനി കടന്നുപോയി. കുറച്ചു കഴിഞ്ഞപ്പോൾ സവാദ് പറയുന്ന, റസൂലെ അങ്ങനെ വേദനിപ്പിച്ചു, എനിക്ക് താങ്കളോട് പ്രതികാരം ചെയ്യണം. അങ്ങയുടെ അമ്പിന്റെ തുച്ഛം, അതിന്റെ അറ്റം എന്റെ വയറ് വേദനിപ്പിച്ചു, എനിക്ക് താങ്കളോട് പ്രതികാരം ചെയ്യണം. സഹാബിമാർ അമ്പരക്കുകയാണ്. ആ യുദ്ധമുന്നണിയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പ്രതികാരം ചെയ്യുവാൻ സവാദ് ബിൻ ഗസിയ എന്ന് പറയുന്ന സഹാബി മുന്നോട്ട് വന്നപ്പോൾ സഹാബിമാർ ഉത്കണ്ഠയോടുകൂടി നോക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, സവാദേ, ഞാൻ നിന്നെ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ആ വേദനിച്ച ഭാഗത്ത് പ്രതികാരം ചെയ്തുകൊണ്ട് നീ എന്നോട് കണക്ക് തീർക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സവാദ് പറയുന്ന, റസൂലേ, അങ്ങയുടെ അമ്പിന്റെ തുമ്പ് എന്റെ വയറ്റിൽ ഉദരത്തിലാണ് കൊണ്ടത്, എനിക്ക് താങ്കളുടെ ഉദരത്തിൽ വയറ്റിൽ വേദനിപ്പിക്കണം. ആ വയറ് എനിക്ക് വേദനിപ്പിച്ചേ പറ്റുകയുള്ളൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ മേൽവസ്ത്രം പൊക്കിക്കൊണ്ട് തന്റെ വയറ് ഇങ്ങനെ കാണിച്ചു കൊടുക്കുന്നു സവാദിന്. സവാദ് ആ സന്ദർഭത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വയറിൽ തെരുതെരെ ചുംബിച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയോടുള്ള ആദരവും സ്നേഹവും പ്രകടിപ്പിക്കുകയാണ്. സവാദിനോട് ചോദിക്കുന്ന റസൂൽ, എന്താണ് സവാദെ നീ ഇങ്ങനെ ചെയ്യാൻ കാരണം? സവാദ് പറയുന്നു, റസൂലെ, ബദറിൽ യുദ്ധമാണ്, ഞാൻ ഷഹീദായി നിലംപതിക്കാം. ആ സന്ദർഭത്തിൽ അങ്ങയുടെ ഉദരത്തിൽ എന്റെ ചുണ്ടുകൾ പതിഞ്ഞുകൊണ്ട് ആ അടയാളവും കൊണ്ട് അള്ളാഹുവിന്റെ സന്നിധിയിൽ ഒരുമിച്ച് കൂട്ടപ്പെടണം, ഇതാണ് എന്റെ ആഗ്രഹമെന്ന് പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി സവാദിന് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. ഈ രൂപത്തിൽ സഹാബിമാർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയെ സ്നേഹിച്ചു. ബിലാൽ റളിയല്ലാഹു അൻഹു മരണക്കിടക്കയിൽ പുഞ്ചിരിക്കുകയാണ്. ബിലാൽ റളിയല്ലാഹു അൻഹു മരണാസന്നനായി കിടക്കുമ്പോൾ സക്കറാത്തുൽ മൗത്തിന്റെ ഘട്ടത്തിൽ തന്റെ ഭാര്യയും മക്കളുമെല്ലാം കരഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹം പുഞ്ചിരിച്ചുകൊണ്ട് മരണത്തെ മന്ദഹാസത്തോടു കൂടി നേരിടുവാൻ തയ്യാറെടുക്കുകയാണ്. ആളുകൾ ചോദിക്കുന്നു, ബിലാലെ, എന്താണ് സംഭവിച്ചത്? വാഹുസിന എന്ന് ആളുകൾ പറയുന്നു, ദുഃഖം സഹിക്കവയ്യാൻ വയ്യ. ഇത് കേൾക്കുമ്പോൾ ബിലാൽ പറയുന്നു, വാ തറബ, എന്റെ സന്തോഷം അടക്കി വെക്കാൻ വയ്യ, എനിക്ക് സന്തോഷമാണ്. വാ തറബ ഗദൻ അൽഖാ അൽ അഹിബ്ബത്ത് മുഹമ്മദൻ വഹിസ്ബഹു, നാളെ ഞാൻ മുഹമ്മദിനെയും അദ്ദേഹത്തിന്റെ കൂട്ടുകാരെയും കണ്ടുമുട്ടാൻ പോവുകയാണ്. നാളെ ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയെ കണ്ടുമുട്ടാൻ പോവുകയാണ്.
അതാണ് എന്റെ സന്തോഷത്തിന്റെയും ആനന്ദത്തിന്റെയും കാര്യം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയുടെ അരുമ ശിഷ്യനായ ബിലാൽ റളിയല്ലാഹു അൻഹു മരണവേളയിൽ തന്റെ സ്നേഹിതന്മാരോട് പറയുകയാണ്. നാം തിരുമേനിയെ സ്നേഹിക്കണമെന്ന് പറഞ്ഞാൽ തെരുവിൽ ഘോഷയാത്രകൾ നടത്തിക്കൊണ്ടോ പടക്കങ്ങൾ പൊട്ടിച്ചുകൊണ്ടോ DJ പാർട്ടി നടത്തിക്കൊണ്ടോ അല്ല സ്നേഹിക്കേണ്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കുക എന്ന് വെച്ചാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയെ നാം ഹൃദയപൂർവ്വം സ്നേഹിക്കണം. വല്ലദീ നഫ്സി ബിയദിഹി ലാ യുഅ്മിനു അഹദുകും ഹത്താ അകൂന അഹബ്ബ ഇലൈഹി മിൻ വലദിഹി വവാലിദിഹി വന്നാസി അജ്മഈൻ. നമുക്കെല്ലാവർക്കും അറിയുന്ന ഹദീസാണ്. അല്ലാഹുവാണ് സത്യം, നിങ്ങളാരും വിശ്വാസികളാവാനേ പോകുന്നില്ല. ഒരാൾക്ക് തന്റെ മക്കളെക്കാൾ, തന്റെ മാതാപിതാക്കളെക്കാൾ, സർവ്വജനങ്ങളെയും കാൾ ഏറ്റവും ഇഷ്ടപ്പെട്ട വ്യക്തിത്വം ഞാനായിരിക്കണം, അല്ലെങ്കിൽ നിങ്ങൾ വിശ്വാസിയാവാൻ പോകുന്നില്ല. നിങ്ങൾക്കറിയില്ലേ, യുദ്ധമുഖത്ത് നിന്നും സഹാബിമാർ ഇങ്ങനെ തുരുതരെ വന്നുകൊണ്ടിരിക്കുകയാണ്. മദീനയിലെ പള്ളിക്ക് നേരെ ഒരു സ്ത്രീയുടെ ഭർത്താവ് മരണപ്പെട്ട വാർത്ത അറിയുന്നു, നിന്റെ പിതാവ് മരണപ്പെട്ടു അറിയുന്നു, നിന്റെ മകനും കൊല്ലപ്പെട്ടു, ഷഹാദത്ത് വരിച്ചു, അതും അറിയുന്നു. എനിക്കതൊന്നുമല്ല അറിയേണ്ടത്. എന്റെ മകൻ മരിക്കട്ടെ, ഭർത്താവ് മരിക്കട്ടെ, പിതാവ് മരിക്കട്ടെ, ബന്ധുക്കൾ മരിക്കട്ടെ, ആര് മരിച്ചു കഴിഞ്ഞാലും എന്റെ പ്രിയപ്പെട്ട റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയെ എനിക്ക് കാണണം. തിരുമേനിക്ക് എന്താണ് സംഭവിച്ചത്? സഹാബിമാർ പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിക്കൊന്നും സംഭവിച്ചിട്ടില്ല, ചെറിയ ക്ഷതങ്ങളെ സംഭവിച്ചിട്ടുള്ളൂ. എനിക്ക് സമാധാനിക്കണമെങ്കിൽ തിരുമേനിയെ നേരിട്ട് കാണണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയെ ആ സ്ത്രീ, ഭർത്താവും പിതാവും മക്കളും എല്ലാം മരണപ്പെട്ടു കഴിഞ്ഞ ആ സ്ത്രീ വളരെ സങ്കടത്തിന്റെയും സന്താപത്തിന്റെയും വേളയിൽ തിരുമേനിയെ കണ്ടപ്പോൾ പറയുന്നു, കുല്ലു മുസീബത്തിൻ ബഅദക ജലൽ. അല്ലയോ പ്രിയപ്പെട്ട മുഹമ്മദ് നബി, അല്ലയോ പ്രിയപ്പെട്ട തിരുമേനി, അള്ളാഹുവിന്റെ ദൂതരെ, താങ്കളെ കണ്ടു എന്നത് മാത്രമാണ് എനിക്ക് സന്തോഷം. അതിനുശേഷം, ഈ സന്തോഷത്തിന് ശേഷം എന്റെ കുടുംബത്തിൽ എന്ത് സംഭവിച്ചാലും എനിക്ക് പ്രശ്നമില്ല. ഇതിന് തുല്യമായ ഒരു സ്നേഹം ചരിത്രത്തിൽ കാണാൻ നമുക്ക് സാധിക്കുമോ? ഒരിക്കൽ ഉമർ റളിയല്ലാഹു അൻഹുവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയും ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഉമർ റളിയല്ലാഹു പറയാണ്, യാ റസൂലല്ലാഹ് അന്ത അഹബ്ബു ഇലയ്യ ഇല്ലാ മിൻ നഫ്സി. റസൂലേ, എന്നെ കഴിച്ചാൽ എനിക്ക് ഏറ്റവും ഇഷ്ടം എനിക്ക് താങ്കളോട്. എനിക്ക് ആദ്യം എന്നെ സ്നേഹമാണ്, എന്റെ ജീവൻ, എന്റെ ശരീരം, എന്റെ സ്വത്ത്, എന്റെ സമ്പാദ്യം, ഞാൻ എന്ന് പറയുന്ന വ്യക്തി, ഇതെല്ലാമാണ് എനിക്ക് പ്രിയങ്കരം. അത് കഴിച്ചാൽ അങ്ങാണ് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ശരിയല്ല ഉമറേ, ഞാൻ താങ്കൾക്ക് പ്രിയപ്പെട്ടവനാവണം. താങ്കളുടെ സ്വന്തം ശരീരത്തെക്കാൾ, ആത്മാവിനേക്കാൾ, ജീവനേക്കാൾ വിലപ്പെട്ടവൻ ഞാനായിരിക്കണം. എങ്കിലേ നിങ്ങൾ മുഅ്മിനാകാൻ സാധ്യതയുള്ളൂ. ഉടനെ ഉമർ പറയുന്നു, റസൂലേ, അങ്ങ് എനിക്ക് എന്നെക്കാൾ ഏറ്റവും പ്രിയപ്പെട്ടവനാണ്. തിരുമേനി പറയുന്നു, അൽ ആന യാ ഉമർ, ഉമറെ, ഇപ്പോഴാണ് നിന്റെ യഥാർത്ഥത്തിലുള്ള ഈമാൻ അതിന്റെ പരകോടിയിൽ എത്തിയിട്ടുള്ളത്. ഈ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയെ അല്ലാഹു അങ്ങേയറ്റം ആദരിച്ചിട്ടുണ്ട്. നാം നമസ്കാരത്തിന്റെ വേളയിൽ അല്ലാത്ത വേളയിൽ ഓരോ സന്ദർഭത്തിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കുന്നു എന്ന് പറയുമ്പോൾ നാം അറിയേണ്ടത്, ഈ പ്രവാചകനെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഏത് രൂപത്തിൽ ആദരിച്ചു, സ്നേഹിച്ചു എന്ന്. അവിടെയാണ് ആദ്യം തുടങ്ങേണ്ടത്. പരിശുദ്ധ ഖുർആനിൽ എല്ലാ പ്രവാചകന്മാരെയും അല്ലാഹു സംബോധന ചെയ്തിട്ടുണ്ട്. യാ ആദം, യാ നൂഹ്, യാ യഹ്യ, യാ ഇബ്രാഹിം, യാ മൂസ, യാ ഇദ്രീസ്, യാ ഈസ, യാ എന്നെല്ലാം പറഞ്ഞുകൊണ്ട് പ്രവാചകന്മാരെ അള്ളാഹു ഇങ്ങനെ പേരെടുത്ത് സംബോധന ചെയ്തിട്ടുണ്ട്. പക്ഷേ ഖുർആനിൽ ഒരിടത്ത് പോലും യാ മുഹമ്മദ്, മുഹമ്മദേ എന്ന് അള്ളാഹു സംബോധന ചെയ്തിട്ടില്ല. യാ അയ്യുഹൻ നബിയ്യു, അല്ലയോ പ്രവാചകരെ, യാ അയ്യുഹർ റസൂൽ, അല്ലയോ അള്ളാഹുവിന്റെ ദൂതരെ എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അള്ളാഹു സുബ്ഹാനഹു വ തആല സംബോധന ചെയ്തത്. എന്ന് മാത്രമല്ല, അള്ളാഹുവിന്റെ അസ്മാഉല്ലാഹിൽ ഹുസ്നായിൽപ്പെട്ട 2 നാമങ്ങൾ അള്ളാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കൊടുത്തു. 99 നാമങ്ങളിൽ 2 പേർ
അല്ലാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പതിച്ചു കൊടുത്തു സമ്മാനമായിട്ട്. എന്തൊക്കെയാ? ലഖദ് ജാഅകും റസൂലും മിൻ അൻഫുസികും അസീസുൻ അലൈഹി മാ അനിത്തും ഹരീസുൻ അലൈക്കും ബിൽ മുഅ്മിനീൻ റഊഫുർ റഹീം. നിങ്ങൾക്ക് വന്നിട്ടുള്ള ഈ പ്രവാചകൻ ഉണ്ടല്ലോ, അസീസുൻ അലൈഹി മാ അനിത്തും, നിങ്ങൾ ബുദ്ധിമുട്ടുക, നിങ്ങൾ പ്രയാസപ്പെടുക, ക്ലേശങ്ങൾ സഹിക്കുക, ജീവിത പ്രാരാബ്ധങ്ങളിൽ പെടുക എന്നെല്ലാം പറഞ്ഞാൽ ആ പ്രവാചകന് സഹിക്കാൻ വയ്യ. അത്രയും പ്രവാചകൻ നിങ്ങളെ സ്നേഹിക്കുന്നു. ഹരീസുൻ അലൈക്കും, നിങ്ങളുടെ എല്ലാ ക്ഷേമത്തിലും സന്തോഷത്തിലും തൽപരനാണ് ആ പ്രവാചകൻ. അങ്ങേയറ്റം ഉത്സാഹശാലിയാണ് ആ പ്രവാചകൻ. നല്ല കുടുംബം, നല്ല വീട്, നല്ല മക്കൾ, അങ്ങനെ എല്ലാ നിലക്കും നിങ്ങളിൽ നന്മ കാണുവാൻ ആ പ്രവാചകൻ ആഗ്രഹിക്കുകയാണ്. കഴിഞ്ഞില്ല. ബിൽ മുഅ്മിനീൻ, സത്യവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം റഊഫുൻ, അല്ലാഹുവിന്റെ പേരാ റഊഫ്. ആ പ്രവാചകൻ അലിവുള്ളവനാണ്, കരുണയുള്ളവനാണ്, ആർദ്രതയുള്ളവനാണ്. റഹീം, അല്ലാഹുവിന്റെ പേരാ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, അല്ലാഹുവിന്റെ പേരാ റഹീം. ആ പ്രവാചകൻ കരുണാവാരിധിയാണ്. അള്ളാഹുവിന്റെ 2 നാമങ്ങൾ ആ പ്രവാചകൻ അള്ളാഹു പതിച്ചു കൊടുത്തു. മഹത്തായ ഒരു സിദ്ധിയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ നാവ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയെ അള്ളാഹു എല്ലാ നിലക്കും മഹത്വപ്പെടുത്തി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയുടെ നാവ് അള്ളാഹു വാഴ്ത്തി. വമാ യന്തിഖു അനിൽ ഹവാ, തോന്നിയ രൂപത്തിൽ സംസാരിക്കുന്നവനല്ല ആ പ്രവാചകൻ. ഇൻ ഹുവ ഇല്ലാ വഹ്യുൻ യൂഹാ, അള്ളാഹുവിന്റെ വഹി അനുസരിച്ചുകൊണ്ട് മാത്രം സംസാരിക്കുന്ന പ്രവാചകനാകുന്നു അത്. നബി തിരുമേനിയുടെ കണ്ണ് അള്ളാഹു സാക്ഷ്യപ്പെടുത്തി. മാസാഗൽ ബസറു വമാ തഗാ, മിഅ്റാജിന്റെ യാത്രയിൽ ആകാശ ലോകത്ത് വെച്ച് ദൃശ്യങ്ങൾ കണ്ടപ്പോൾ ആ പ്രവാചകന്റെ കണ്ണുകൾ ഒരിക്കലും അഞ്ചിപ്പോയിട്ടില്ല, മാർഗഭ്രംശം സംഭവിച്ചിട്ടില്ല. ആ ഹൃദയത്തെ അള്ളാഹു സാക്ഷ്യപ്പെടുത്തി. മാ കദബൽ ഫുആദു മാ റആ, താൻ കണ്ടിട്ടുള്ള കാര്യങ്ങൾ ഒരിക്കലും ആ ഹൃദയം കളവാക്കിയിട്ടില്ല. മൂസാ നബി അലൈഹിസ്സലാം അല്ലാഹുവോട് പ്രാർത്ഥിച്ചു. എന്താ? റബ്ബിശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി, അല്ലാഹുവേ എന്റെ ഹൃദയം നീ വിശാലമാക്കി തരണമേ, എന്റെ ഹൃദയം വിശാലമാക്കി തരണമേ. തിരുമേനി മൂസാ നബി പ്രാർത്ഥിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി ഈ പ്രാർത്ഥന നടത്താതെ കണ്ട് തന്നെ അല്ലാഹു പറഞ്ഞു, അലം യശ്റഹ് ലക സദ്റക, അലം യശ്റഹ് ലക സദ്റക, മുഹമ്മദേ നിന്റെ ഹൃദയം നാം വിശാലമാക്കി തന്നില്ലയോ? ചോദ്യമാണ്. അല്ലാഹുവിന്റെ കാരുണ്യ കടലായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയെ അവസാനമായിട്ട് അല്ലാഹു പിന്നെയും പറയുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയെ സംബന്ധിച്ച് ഇനി അങ്ങോട്ടൊന്നും പറയാനില്ല. വഇന്നക ലഅലാ ഖുലുഖിൻ അളീം, വഇന്നക ലഅലാ ഖുലുഖിൻ അളീം, മഹോന്നതമായ സ്വഭാവത്തിലും സംസ്കാരത്തിലുമാകുന്നു താങ്കൾ നിലകൊള്ളുന്നത്. മഹോന്നതമായ സ്വഭാവത്തിലും സംസ്കാരത്തിലുമാകുന്നു താങ്കൾ നിലകൊള്ളുന്നത്. എല്ലാ മൂല്യങ്ങളുടെയും എല്ലാ സദാചാര സംഹിതകളുടെയും എല്ലാത്തരം നന്മകളുടെയും പൂർത്തീകരണത്തിന് വേണ്ടിയാണ് പ്രവാചകനായ എന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല നിയോഗിച്ചയച്ചത്. നോക്കണം, അതാണ് പ്രവാചകൻ. ആ പ്രവാചകന്റെ അത്തരം ശ്രേഷ്ഠതകൾ ഇന്ന് ഈ കാലഘട്ടത്തിൽ നാം ഉൾക്കൊള്ളുമ്പോൾ മനസ്സിലാക്കേണ്ടത്, നമ്മെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി സ്നേഹിച്ചിട്ടുണ്ട്. നമ്മൾ അറിയണം. ഇന്ന് ഈ കാലഘട്ടത്തിൽ ഇസ്ലാമിന്റെ പ്രതികൂലമായ കാലഘട്ടത്തിൽ ജീവിച്ചു കൊണ്ടിരിക്കുമ്പോൾ നമ്മെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി ഏത് രൂപത്തിലാണ് സ്നേഹിച്ചത് നിങ്ങളത് മനസ്സിലാക്കിയിട്ടുണ്ടോ? ഒരിക്കൽ തിരുമേനി ചോദിക്കുകയാണ് സഹാബിമാരോട്, അയ്യുൽ മുഅ്മിനീന അഅജബു ഇലൈക്കും ഈമാന. അബൂബക്കർ സിദ്ദീഖ്, ഉമർ റളിയല്ലാഹു അൻഹു, പ്രധാനപ്പെട്ട സഹാബി വര്യന്മാരെല്ലാം ഇരിക്കുന്ന സദസ്സിലാണ് തിരുമേനി ചോദിക്കുന്നത്, അയ്യുൽ മുഅ്മിനീന അഅജബു ഇലൈക്കും ഈമാന, നിങ്ങളുടെ കാഴ്ചപ്പാടിൽ ആരാണ് വിസ്മയാവഹമായ ഈമാനിന്റെ ഉടമകൾ? സഹാബിമാർ മറുപടി പറയുന്നു, അൽ മലായികത്തു യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ മലക്കുകളാണ്, അല്ലാഹുവിന്റെ മലക്കുകളാണ്. ശരിയല്ലേ? നല്ല വിശ്വാസമല്ലേ അവർക്ക്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി അവരോട് ചോദിക്കുകയാണ്, വഹും കൈഫ ലാ യുഅ്മിനൂൻ വഹും ബൈന യദയ്യിർ റഹ്മാൻ,
അള്ളാഹുവിന്റെ സന്നിധിയിൽ രാപ്പകലുകൾ ഭേദമില്ലാതെ കഴിയുന്ന മലക്കുകൾ വിശ്വാസികളാവുന്നു എന്ന് പറയുന്ന കാര്യം അത്ഭുതകരമല്ല. അവർ വിശ്വാസികളായേ പറ്റൂ. രണ്ടാമതും തിരുമേനി ചോദ്യം ആവർത്തിക്കുകയാണ്, ആരാണ് അത്ഭുതകരമായ വിശ്വാസത്തിന്റെ ഉടമകൾ? സഹാബിമാർ പറയുന്നു, അൽ അംബിയാ യാ റസൂലല്ലാഹ്, എങ്കിൽ അള്ളാന്റെ പ്രവാചകന്മാരാണ് നല്ല വിശ്വാസത്തിന്റെ ഉടമകൾ. നബി തിരുമേനി ചോദിക്കുന്നു, വഹും കൈഫ ലാ യുഅ്മിനൂൻ, അവരെങ്ങനെ വിശ്വാസികളാവാതിരിക്കും? അൽ വഹ്യു യൻസിലു ഇലൈഹിം, അള്ളാന്റെ വഹ്യ് അവർക്കല്ലയോ ഇറങ്ങുന്നത്, വിശ്വാസികളായേ പറ്റൂ. മൂന്നാമതും തിരുമേനി ചോദ്യം ആവർത്തിക്കുന്നു, ആരാണ് വിസ്മയാവഹമായ വിശ്വാസത്തിന്റെ ഉടമകൾ? സഹാബിമാർ പറയുന്നു, ഫനഹ്നു യാ റസൂലല്ലാഹ്, എങ്കിൽ ഞങ്ങൾ ബദറിലും ഉഹദിലും ഖൈബറിലും അങ്ങയോടൊപ്പം പങ്കുവഹിച്ചുകൊണ്ടിരിക്കുന്ന ഹിജറ ചെയ്ത് വന്ന മുഹാജിറുകളും അൻസാരികളുമായ ഞങ്ങളാണ് വിസ്മയാവഹമായ വിശ്വാസത്തിന്റെ ഉടമകൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, നിങ്ങൾ വിശ്വാസികളായേ പറ്റൂ. വഅന ബൈന അദ്ഹുരിക്കും, നിങ്ങൾക്ക് മുമ്പേ നിങ്ങളുടെ മധ്യത്തിൽ ഉയിരോടും ഉടലോടും കൂടി ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ നിങ്ങൾ വിശ്വാസികളാവുന്നു എന്ന് പറയുന്ന കാര്യം അത്ഭുതകരമല്ല. നിങ്ങൾ വിശ്വാസികളായേ പറ്റൂ. അപ്പോൾ പ്രവാചകന്മാരല്ല, മലക്കുകളല്ല, സഹാബിമാരുമല്ല. എന്നിട്ട് തിരുമേനി എനിക്കും നിങ്ങൾക്കും വരുന്ന തലമുറകൾക്കും സന്തോഷം പകരുന്ന ഒരു സന്തോഷ വാർത്തയാണ് പറയുന്നത്. അഅജബുൽ മുഅ്മിനീന ഈമാനൻ ഖൗമുൻ യഗ്തൂന ബഅദകും യുഅ്മിനൂന ബി കമാ തുഅ്മിനൂൻ വയൻസുറൂനനി കമാ തൻസുറൂൻ. വിസ്മയാവഹമായ വിശ്വാസത്തിന്റെ ഉടമകൾ പ്രവാചകന്മാരല്ല, മലക്കുകളല്ല, നിങ്ങളുമല്ല. നിങ്ങളുടെയും എന്റെയും കാലഘട്ടത്തിന് ശേഷം വരുന്ന ഒരു തലമുറ. അവർ എന്നെ കണ്ടിട്ടില്ലെങ്കിലും എന്നെ സ്നേഹിക്കുന്നവരും എന്നെ സഹായിക്കുന്നവരുമാണ്. വഹയുമായി ഇറങ്ങുന്ന ജിബ്രീൽ അലൈഹിസ്സലാമിന്റെ ദൃശ്യത്തിന് സാക്ഷികളായില്ലെങ്കിലും ആ വഹയിന്റെ അടയാളമായ പരിശുദ്ധ ഖുർആനിൽ വിശ്വസിക്കുകയും ആ ഖുർആനിന് വേണ്ടി ജീവിക്കുകയും ചെയ്യുന്നവരാകുന്നു അവർ. അഥവാ ഈ കാലഘട്ടത്തിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്ന സത്യവിശ്വാസികളായ നാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി പറഞ്ഞിട്ടുള്ള ആ വിഭാഗമാണ് എന്ന് ഉറപ്പായും വിശ്വസിക്കേണ്ടവരാണ്. ഒരിക്കൽ മരണത്തിന്റെ അല്പം മുമ്പ്, വഫാത്തിന്റെ അല്പ ദിവസങ്ങൾക്ക് മുമ്പ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി ഖബർ സന്ദർശിക്കാൻ വേണ്ടി ചെന്നു. ജന്നാത്തുൽ ബഖീഇൽ സഹാബിമാരെ എല്ലാം മറമാടിയ ആ ഖബർ സന്ദർശിക്കാൻ വേണ്ടി ചെന്നു. അപ്പോൾ നമ്മളൊക്കെ ഖബർ സിയാറത്ത് സുന്നത്താണ് വിശ്വസിക്കുന്ന ആൾക്കാരാ. നമ്മൾ ഖബർ സിയാറത്ത് എന്താ പറയാ? അസ്സലാമു അലൈക്കും ദാറ ഖൗമിൻ മുഅ്മിനീൻ വ ഇന്നാ ഇൻഷാ അല്ലാഹു ബിക്കും ലലാഹിഖൂൻ. അല്ലയോ ഈ ഖബറിൽ വിശ്രമിക്കുന്ന സത്യവിശ്വാസികളെ, നിങ്ങൾക്ക് അല്ലാഹുവിന്റെ സലാം, അഭിവാദ്യം, നാളെ ഞങ്ങളും നിങ്ങളോടൊപ്പം ചേരേണ്ടവരാണ്. എന്നിട്ട് തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ വെച്ച് പറയുകയാണ്, വദിത്തു അന്നീ ഖദ് റഅയ്തു ഇഖ്വാനി, എന്റെ സഹോദരന്മാരെ കണ്ടെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ് ഈ സന്ദർഭത്തിൽ. ജന്നത്തുൽ ബഖീൽ വെച്ച് പറയുന്നു, എന്റെ സഹോദരന്മാരെ കാണാൻ കഴിഞ്ഞെങ്കിൽ എന്ന് ഞാൻ ആശിക്കുകയാണ് ഇപ്പോൾ. സഹാബിമാർ പറയുന്നു, അലസ്നാ ഇഖ്വാനിക യാ റസൂലല്ലാഹ്, റസൂലേ ഞങ്ങളല്ലേ അങ്ങയുടെ സഹോദരന്മാരും സഹപ്രവർത്തകന്മാരും? നബി തിരുമേനി പറയുന്നു, ബൽ അൻതും അസ്ഹാബി, നിങ്ങൾ ആരാണെന്നറിയാമോ? നിങ്ങൾ എന്റെ അനുചരന്മാരാണ്, സഹപ്രവർത്തകന്മാരാണ്, സഖാക്കളാണ്. എന്റെ ഇഖ്വാൻ അഥവാ സഹോദരങ്ങൾ എന്ന് പറഞ്ഞാൽ ലം യഗ്തു ബഅദു വഅന ഫറതുഹും അലൽ ഹൗദ്, അവരിതുവരെയും വന്നു കഴിഞ്ഞിട്ടില്ല. എന്റെയും നിങ്ങളുടെയും കാലഘട്ടത്തിന് ശേഷം വരുന്ന ഒരു തലമുറയായിരിക്കും അവർ. എന്നെ കണ്ടിട്ടില്ലെങ്കിലും എന്നിൽ വിശ്വാസം അർപ്പിക്കുന്നവർ. തൂബാ ലിമൻ റആനി വആമന ബി സുമ്മ തൂബാ സുമ്മ തൂബാ സുമ്മ തൂബാ ലിമൻ ആമന ബി വലം യറനി. അഭിവാദ്യം, മംഗളം ഭവിക്കട്ടെ ഭാവുകങ്ങൾ എന്നിൽ വിശ്വാസം അർപ്പിക്കുകയും എന്നെ കാണുകയും ചെയ്ത ആളുകൾക്ക്. അതിനുശേഷം തിരുമേനി പറയുന്നു, മംഗളം ഭവിക്കട്ടെ, അഭിവാദ്യങ്ങൾ അർപ്പിക്കുകയാണ് എന്നെ കാണാതെ കണ്ടും എന്നിൽ വിശ്വാസം അർപ്പിച്ച ആൾക്കാർ. അപ്പോൾ തിരുമേനി കാണാൻ ആഗ്രഹിച്ച സഹോദരന്മാരെന്ന് പറഞ്ഞാൽ ആരാണ്? ഇതുവരെയും വന്നിട്ടില്ലാത്ത ഈ കാലഘട്ടത്തിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്ന സത്യവിശ്വാസികളാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയെ സ്നേഹിക്കുന്ന സത്യവിശ്വാസികളിൽ നമ്മെ ഉൾപ്പെടുത്തുമാറാവട്ടെ.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിക്ക് മാത്രം അള്ളാഹു നൽകിയിട്ടുള്ള മഹത്തായ സ്ഥാനവും സിദ്ധികളും നമുക്ക് വിശദമായി മനസ്സിലാക്കേണ്ടതുണ്ട്. അതും കേൾക്കാനും പറയാനും അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ അനുഗ്രഹിക്കട്ടെ. അഖൂലു ഖൗലി ഹാദാ വ അസ്തഗ്ഫിറുല്ലാഹ ലീ വലക്കും വലിൽ മുഅ്മിനീൻ ഫസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം.